കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. നേരിട്ട് ഒരു വീഡിയോയിലൂടെ കുറച്ച് ദിവസമായി, ഒരു മാസത്തിൻ്റെ അടുത്തായും തോന്നുന്നു കണ്ടിട്ട്. ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആണ് ഇൻഷാ അല്ലാ. എന്നാലും നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഓരോ ഉയർച്ചയിലും നമ്മുടെ ഓരോ ചുവട് വെപ്പിലും നമ്മെ പിടിച്ചുയർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇർബദ് മീഡിയയുടെ പ്രേക്ഷകരെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാ, അള്ളാഹു നമ്മുടെ ബന്ധം മരണം വരെ നിലനിർത്തി തരട്ടെ. ഈ ഒരു അമലുകളൊക്കെ ചെയ്ത് ഇർബദ് മീഡിയയുടെ കൂടെ ഒരു കുടുംബ അംഗങ്ങളെപ്പോലെ എല്ലാ സമയവും നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്ത് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. നാട്ടിൽ ഇലക്ഷൻ്റെ ചൂടാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ചയിലാണ് കേരളം. ചർച്ചകൾ പലതും പല വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരവരുടേതായ മൈഷത്ത് തേടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും പല പ്രശ്നങ്ങളാണ്. എല്ലാവരും അനുഭവിക്കുന്നത് ഒരേ പ്രശ്നമാണെങ്കിൽ എന്തൊരു സുന്ദരമായിരുന്നു അല്ലേ? എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളാണെങ്കിൽ കഴിച്ചില്ലായല്ലോ. എല്ലാവർക്കും കൂടി ഒരു പരിഹാരം തേടിയാൽ മതി. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ 40 ആളുകളുണ്ടെങ്കിൽ 40 ആൾക്കും 40 പ്രശ്നങ്ങളാണ്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ ഇൻഷാ അല്ലാ. നമ്മളൊരുപാട് അമലുകൾ പറഞ്ഞു. ഒരുപാട് അമലുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോസ് കണ്ട് അതുപോലെ ചെയ്തു നോക്കി ഫലം കിട്ടിയ ആളുകളും ഫലം കിട്ടാത്ത ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് കൊണ്ടാണ് ഓരോ വീഡിയോസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഓരോ അമലുകൾ നിങ്ങൾ ചെയ്യുന്നതും അല്ലേ? നമ്മളിപ്പോൾ ഒരു അമലിന് ഫലം കിട്ടണം എന്ന് എഴുതിയിട്ടാണല്ലോ ചെയ്യുക. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പടച്ച റബ്ബ് തീർത്ത് വലിയ സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാ. തമ്പലൈന് കണ്ടല്ലോ അല്ലേ? പരസ്പര സ്നേഹം. കുറേ വീഡിയോസ്, 1-2 വീഡിയോസ് ഒന്നും അല്ല തോന്നുന്നു. മുഹബ്ബത്തിൻ്റെ അമൽ, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ ഇട്ടത് 1-2 വീഡിയോ എന്നല്ല, ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇത്ര തോനെ വീഡിയോ ഇടുന്നത്? അവിഹിതത്തിന് പറ്റിയ അമലുകൾ ഒരുപാട് ഇടുന്നുണ്ട്. ചില അമലുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ എടുത്തു നോക്കിയാൽ ആവർത്തിച്ച് ഒരേ വിഷയത്തിന് പല വിധത്തിലുള്ള അമലുകൾ നമ്മൾ ഇടുന്നുണ്ട്. എന്താ സംഭവം? ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന, ഉസ്താദേ എന്ന് വിളിച്ച് നമ്മളടുത്ത് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന അമലുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടുന്നത്. കാരണം ചിലപ്പോൾ അവിഹിതം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഉണ്ടാകാനുള്ള ഇതുപോലത്തെ അമലുകൾ ഒരു ടീമിന് പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്യും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഫലം കിട്ടും, ചില ആളുകൾക്ക് ഫലം കിട്ടില്ല. ഫലം കിട്ടാത്ത ആളുകൾ മറ്റെന്തെങ്കിലും അമലുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ വിഷയത്തിന് നമ്മൾ അമലുകൾ കണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പരസ്പരം സ്നേഹം ഉണ്ടാകാൻ വേണ്ടി അമലുകൾ ചെയ്തിട്ട് ഫലം കിട്ടാത്ത ആളുകളും അതല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിനു മുമ്പ് എന്താണ് ഈ പരസ്പര സ്നേഹം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന റൂമാണ്, ഞാൻ ചികിത്സ ചെയ്യുന്ന റൂമാണിത്. ഈ റൂമിന് ഒരു പക്ഷേ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് കഥനങ്ങളുടെ കഥ ഈ റൂം പറയുമായിരുന്നു. കാരണം അത്രത്തോളം ഈ റൂമിൻ്റെ ഉള്ളിലിരുന്ന് ആളുകൾ വിങ്ങി പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ പൊട്ടി കരഞ്ഞിട്ട് എത്ര ഉമ്മമാർ, പെങ്ങന്മാർ, ചെറുപ്പക്കാർ കയറി വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അവസാനിച്ച്
എവിടെ നിന്നാണ് ഇനിയൊരു പരിഹാരമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ ഇർബദ് മീഡിയയിലൂടെ പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വാതിൽ കടന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. വന്ന ആളുകളിൽ പലരും പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും പാവപ്പെട്ട പെങ്ങന്മാരാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത്. ഉസ്താദേ, ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഭർത്താവിൽ നിന്നും ഒരു സ്നേഹം. ഭർത്താവ് ചെലവിന് തരുന്നുണ്ട്, കഴിക്കാനൊക്കെ തരുന്നുണ്ട്, മക്കൾക്കുള്ളതൊക്കെ തരുന്നുണ്ട്, പക്ഷേ സ്നേഹമില്ല. വലിയ വിഷമത്തിലാണ് ഉസ്താദേ. ഞാനും എൻ്റെ ഭർത്താവും കൂടി റൂമിലൊന്ന് കൂടിയിട്ട് ശാരീരികമായിട്ടുള്ള ആ ഒരു സുഖം അനുഭവിച്ചിട്ട് മാസങ്ങളോളായി ഉസ്താദേ, അല്ലെങ്കിൽ വർഷങ്ങളോളായി ഉസ്താദേ എന്ന് പറയുന്ന എത്ര പെങ്ങന്മാർ ഇവിടെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാനിവിടെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എപ്പോഴും വെക്കാറുണ്ട്. എപ്പോഴും ഞാൻ വെക്കാറുണ്ട്. ഇതാ ഈ ടിഷ്യൂ പേപ്പർ വല്ലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെക്കുന്നതാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഈ ഒരു സൈഡിലാണ് വെച്ചിരുന്നത്. ഇത് നീങ്ങി ഞാനിപ്പോൾ അവിടെയാണ് വെക്കാറുള്ളത്. കാരണം എന്താണെന്നറിയോ? എന്നേക്കാൾ കൂടുതൽ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് ഇവിടെ വരുന്ന ആളുകളാണ്. കാരണം അത്ര വിങ്ങി പൊട്ടിയിട്ടാണ് ഓരോ പാവപ്പെട്ട സഹോദരന്മാർ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നത്. പല ആളുകൾക്കും പല പ്രശ്നങ്ങളാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറയാതിരിക്കാൻ വയ്യാത്ത ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തീർത്തു തരണം റഹ്മാനെ. വീഡിയോ കണ്ട് അമലുകൾ ചെയ്യുന്ന, അതല്ലെങ്കിൽ അമലുകളൊന്നും ചെയ്യാനറിയാത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹ് നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്ത് വലിയ സന്തോഷം നൽകണം റഹ്മാനെ. ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ അള്ളാഹ് അവർക്കൊക്കെ നീ വലിയ ഫലം കൊടുക്കണേ അള്ളാഹ്. ഞാനിവിടെ ഇരുന്ന് അവരെ പ്രശ്നങ്ങളിങ്ങനെ കേട്ട് അവർ കരയാതെ പൊട്ടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു നിമിഷം ഞാനൊന്ന് റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്കൊന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് ആ ഇരുന്ന ആളുടെ കണ്ണൊക്കെ ഒന്ന് കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ പോയ തക്കം നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വേഗം ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടച്ച് ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അള്ളാഹു എല്ലാവരും പ്രയാസം തീർത്തട്ടെ ഇൻഷാ അല്ലാഹ്. വീഡിയോ കാണുമ്പോൾ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും കേട്ടിരിക്കാൻ നേരമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വേഗം പോവാൻ കുഴപ്പമൊന്നുമില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ്, ഭർത്താവിൽ നിന്നുമുള്ള പീഡനം, ഭാര്യയിൽ നിന്നുള്ള പീഡനം, ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് ചെലവിന് തരുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവ് ചെലവിന് തരുന്നില്ല, ഭർത്താവ് നോക്കുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ സമ്മതിക്കുന്നില്ല, ഭർത്താവിന് എന്നെ വേണ്ട, വിദേശത്ത് പോയിട്ട് ഭർത്താവ് വരുന്നില്ല. ഇതുപോലെ ഭാര്യയുടെ കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനീ പറയാൻ പോകുന്ന അമൽ. ഈ അമൽ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു വസ്ത്രത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ്. വസ്ത്രത്തിൻ്റെ ചെറിയ ഒരു കഷ്ണം. പുതിയ വസ്ത്രം ഒന്നും എടുക്കരുതേ, അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ വേറെ പ്രശ്നങ്ങളാവും. പ്രശ്നം തീർക്കാൻ വേണ്ടി അമൽ ചെയ്തിട്ട് ലാസ്റ്റ് ഈ അമൽ ചെയ്തതിൻ്റെ പേരിൽ വേറെ പ്രശ്നം ഉണ്ടാവും. പഴയ ഒഴിവാക്കിയ ഏതെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഉപയോഗിച്ച വസ്ത്രം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കഷ്ണം, ചെറിയ ഒരു കഷ്ണം എടുക്കുക. ആ കഷ്ണം എടുത്തിട്ട് അലക്കൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിലൊരു 7 തവണ യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ എന്ന് 7 തവണ എഴുതുക. പച്ച മഷി കൊണ്ട് എഴുതിയാൽ ഏറ്റവും നല്ലത്. ഇനി പച്ചമഷി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കറുപ്പ് മഷി കൊണ്ട് എഴുതാം. പച്ച മഷി കൊണ്ട് എഴുതലാണ് ഏറ്റവും നല്ലത് ഇൻഷാ അല്ലാഹ്. ഇത് എഴുതിയിട്ട് പച്ച മഷി കൊണ്ട് യാ വദൂദ് യാ അല്ലാ എന്ന് ഈ വസ്ത്രത്തിൽ എഴുതിയിട്ട് ഈ വസ്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചിട്ട് 111 തവണ
യാ വദൂദു യാ അള്ളാ എന്നുള്ള ഇസ്മും അതിൻ്റെ കൂടെ യാ റഊഫ് യാ അള്ളാ എന്നുള്ള ഇസ്മും, ഇത് രണ്ടും കൂടെ 111 തവണ ചൊല്ലി ഇതിലേക്ക് ഊതിയിട്ട് ഈ വസ്ത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭർത്താവ് കിടക്കുന്ന റൂമിൻ്റെ തലയണേൻ്റെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രത്തിൻ്റെ പോക്കറ്റിനുള്ളിലോ എവിടെയെങ്കിലും എടുത്തു വെക്കുക. ഭർത്താവ് വിദേശത്താണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം, കുഴപ്പമില്ല. ശേഷം ഭർത്താവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഈ ദിക്ർ ഒരു 11 ദിവസം പതിവായിട്ട് ചൊല്ലുക. യാ വദൂദു യാ അള്ളാ എന്നുള്ള ഇസ്മിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. യാ വദൂദു യാ അള്ളായുടെ ഒരുപാട് അമലുകളുണ്ട് സ്നേഹം വർദ്ധിക്കാനുള്ള. ഈ അടുത്ത കാലത്തായിട്ട് ഒരു മുസ്ലിം അല്ലാത്ത അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരുപാട് സങ്കടം പറഞ്ഞ് വിളിക്കുകയുണ്ടായി. ആ സ്ത്രീക്ക് അമലുകൾ ചെയ്യാനൊന്നും അറിയില്ല, ഒന്നും ചെയ്യാനറിയില്ല. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് യാ വദൂദു യാ അള്ളാ എന്നുള്ള ഇസ്മ ആ പെൺകുട്ടി ചൊല്ലാറുണ്ട് അത്രേ. അത് സന്തോഷം പറയും, ഉസ്താദേ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്, പക്ഷെ നിവൃത്തിയോട് കൊണ്ട് എവിടെന്നാ പരിഹാരം എന്നറിയില്ല, ഒരുപാട് പരിഹാരം തേടിപ്പോയതാണ്. ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ യാ വദൂദു യാ അള്ളാ, അവർക്ക് അള്ളാ എന്ന് പറയാൻ കിട്ടുന്നില്ല, അള്ളാ എന്നാണ് അവർ പറയുന്നത്. നോക്കണം നിങ്ങൾ, യാ വദൂദു യാ അള്ളാ എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഇസ്മ, നിങ്ങൾ പറയുന്ന ആ ഒരു ഇസ്മ ഞാൻ ചെയ്തു ഉസ്താദേ. ഇത്ര ദിവസം ഞാൻ ആത്മാർത്ഥമായിട്ടത് ചെയ്തു, എനിക്കതിന് ഫലവും കിട്ടി. ഒരുപാട് ഞാൻ കണ്ണീരിലായിട്ടുണ്ട് ഈ ഒരു വിഷമം കൊണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു മാറ്റം കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഹൈന്ദവ സ്ത്രീ, ഒരു അന്യ സ്ത്രീ, ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ വലിയ സന്തോഷം നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തോടു കൂടി ഞാൻ ഏത് അമല് പറയുമ്പോഴും എല്ലാ മജ്‌ലിസും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയാറുണ്ട്. നല്ല വിശ്വാസത്തോടു കൂടി ആ കുട്ടി അത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്തത്. അതിൽ വലിയൊരു വിശ്വാസം അർപ്പിച്ചു, ആ കുട്ടിക്ക് അതിനുള്ള ഫലം കിട്ടി. അതുപോലെ ചെയ്യുന്ന ആളുകൾ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. ഏത് അമലും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആ കുട്ടിക്ക് പരിഹാരം കിട്ടിയതുപോലെ ഈ ഒരു അമല് കൊണ്ട്, ഇത് വേറൊരു അമലാണ്, ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് വലിയ ഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കാൻ ആരും അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണിത്. ഇൻഷാ അല്ലാഹ്. അതുപോലെ നേരിട്ടിട്ട് കാണാൻ വരുന്ന ആളുകൾ, ഉസ്താദിനൊന്ന് നേരിട്ട് കണ്ടാൽ തരക്കടില്ല, ഉസ്താദിൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ വരാറുണ്ട്. അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യാറുള്ളത്, ആളുകളെ നോക്കാറുള്ളത്. നിങ്ങൾക്ക് വിളിച്ചിട്ട് ചോദിച്ച് അറിഞ്ഞെന്ത് ചെയ്യാം, നമ്മളുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വരാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഫലം തരട്ടെ. നേരിട്ട് നിങ്ങൾ വന്നാലും ഫോണിലൂടെ നിങ്ങൾ പറഞ്ഞ് ചെയ്താലും അമൽ യൂട്യൂബിലൂടെ കണ്ട് ചെയ്താലും എങ്ങനെ ചെയ്താലും മുകളിലുള്ള ആളുടെ ഖളായിൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ അമലൊന്ന് ചെയ്ത് നോക്കൂ. നേരിട്ട് വരാനുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.